പറയട്ടെ? ഞാൻ അടുത്ത് വാ, ചെവി പറയട്ടെ. വേണ്ട വേണ്ട വേണ്ട. അമേരിക്കൻ റിട്ടേൺസ് ആണെങ്കിലും ഞാൻ നീരറ്റ് കൃഷ്ണപിള്ളയുടെ കൊച്ചുമോളാണേ. ഇത്തിരി നാണോ മാനോക്കുള്ള കൂട്ടത്തില. എന്നാലേ ഇന്ന് എനിക്കൊരു നാണമില്ല. അപ്പൊ തമാശക്കുണ്ടല്ലേ? ഓഫീസിൽ ഇതൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ തമാശയും പറഞ്ഞിരുന്നാ മതിയോ? ഈ മനുഷ്യനെ ഒന്ന് സ്വന്തമാക്കാൻ ഞാൻ എത്രയാ പാടുപെട്ടെന്നറിയോ? കൈ കിട്ടുന്നത് വരെ ടെൻഷനായിരുന്നു. എന്തിന്? എന്റെ സുധീഷേട്ടനെ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ട് പോവോന്ന് പേടിച്ചിട്ട്. അതെന്നെ ഒന്ന് കുത്തിയതല്ലേ? കുത്തിയതല്ല, നുള്ളിയതാ. ദേ ഈ ഹൃദയത്തില്. എനിക്കിഷ്ടാ ഏട്ടനെ നുള്ളി നോവിക്കുന്നത്. കൊള്ളാം. ഇപ്പൊ നീ ഏതോ നാട്ടുംപുറത്തുകാരി പെണ്ണിനെ പോലുണ്ട്. ആണോ? എന്നാ ഞാൻ ചെയ്ത ഒരു മണ്ടത്തരം പറയട്ടെ? എന്നോട് ദേഷ്യപ്പെടുവോ? ആദ്യം മണ്ടത്തരം കേക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ദേഷ്യപ്പെടണോ വേണ്ടോന്ന്. എന്നാ വേണ്ട. കേട്ട സുധീഷന് ദേഷ്യം വരും. ശരി ശരി ശരി, ദേഷ്യപ്പെടില്ല. കേക്കട്ടെ. അത് സുധീഷേട്ടനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നപ്പോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ പറയാം. ഇനിയിപ്പോ പറഞ്ഞാ പറ്റൂ. ചുമ്മാ വിളിച്ചുണർത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്നോ? പറ്റില്ല. നിന്റെ മണ്ടത്തരം കേട്ടിട്ടേ ഇനി കാര്യമുള്ളൂ. ഇത് അത്ര മധുരമുള്ള വാർത്തയൊന്നുമല്ല. എന്ത് കഷായാലും വിളമ്പ്. എനിക്ക് ഉറക്കം വരുന്നു. അത് അന്നൊരു ദിവസം സുധീഷേട്ടൻ ഗോൾഡൻ പ്ലാസ ഹോട്ടലിൽ ഒരു ഫുൾ ഡേ ഇരുന്നത് ഓർമ്മയുണ്ടോ? കൊള്ളാം. അത് മറക്കണമെങ്കിൽ കുറഞ്ഞ 50 വർഷമെങ്കിലും കഴിയും. അല്ല, നിന്റെ മണ്ടത്തരും ഇതും തമ്മിൽ എന്താ ബന്ധം? ഞാനിന്ന് ക്ലയന്റ് വരുന്നുണ്ടെന്ന് സുധീഷേട്ടനോട് കള്ളം പറഞ്ഞതാ. കള്ളം പറഞ്ഞോ? എന്തിന്? അത് വർഷയും സുധീഷേട്ടനും തമ്മിലുള്ള അടുപ്പം പൊളിക്കാൻ. വർഷയെ വിളിച്ചു പറഞ്ഞ ആ ഹോട്ടൽ ജീവനക്കാരി ഞാൻ തന്നെ. കണ്ടോ കണ്ടോ, ദേഷ്യം വന്നു. എനിക്ക് വാക്ക് തന്നതാ ദേഷ്യപ്പെടില്ല എന്ന്. ഇതിന് മണ്ടത്തരം നല്ല പറയാ, ക്രൂരതയെന്നാ. സോറി സുധീഷേട്ടാ, ഞാൻ കാല് പിടിക്കാം. മനസ്സിൽ വല്ലാതെ കുറ്റബോധം തോന്നിയതുകൊണ്ട് ഇപ്പൊ ഇത് പറഞ്ഞ്. സുധീഷേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു മണ്ടത്തരമായിട്ട് ഇതിനെ കണക്കൂട്ടിയാ മതി പ്ലീസ്. ഇഷ്ടമുള്ള ആളെ സ്വന്തമാക്കാൻ വേണ്ടി വേറൊരാളെ ചതിക്കുക? ഞാൻ മറ്റൊരു പെണ്ണിന്റെ കൂടെ ഹോട്ടലിൽ കഴിഞ്ഞെന്ന് വർഷയെ വിളിച്ച് പറയാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ ഇതെന്നോട് പറയരുതായിരുന്നു. ഇത് മനസ്സിൽ വെച്ചോണ്ട് സുധീഷേട്ടനോട് സന്തോഷം പങ്കുവെക്കാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ട്. ഇപ്പൊ എന്റെ അവസ്ഥ അത് തന്നെയാ. സന്തോഷം പങ്കുവെക്കാൻ ഇനി എനിക്കും കഴിയുന്നു തോന്നില്ല. വർഷ, ഒക്കെ ഞാൻ അറിഞ്ഞു. സുധീഷ് ചതിച്ചാണെങ്കിലും അയാളിപ്പോൾ വേറൊരു പെൺകുട്ടിയുടെ ഭർത്താവാ. ഇനി അയാളെക്കുറിച്ച് വർഷ ഓർക്കാനേ പാടില്ല. ഏയ്, സങ്കടം വരുമ്പോൾ നമ്മൾ കരയണം, നല്ലതാ അത്. പക്ഷേ മനസ്സിൻ്റെ പിടിവിട്ട് പോകരുത്. വർഷ ഇപ്പോൾ മനസ്സിൻ്റെ പിടിവിട്ട അവസ്ഥയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പാടില്ല, അത് അപകടമാണ്. വർഷയുടെ ജീവിതത്തിലെ അവസാനത്തെ കച്ചിത്തുരുമ്പൊന്നുമല്ല സുധീഷ്. ഇവിടെ ഞങ്ങൾക്കല്ലേ. പക്ഷേ ഇല്ല സർ, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അതൊക്കെ സ്വാഭാവികം. ഒരുപാട് സ്നേഹിച്ചു പോയവരെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ട്രെയിൻ പോലെ ജീവിതം. ഓടി വന്നൊരു സ്റ്റേഷൻ നിർത്തുമ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാരുമായിട്ട് ബന്ധം. അവിടം വിടുന്നതോടെ ആ ബന്ധം മുറിയും. പിന്നെ അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ വേറെ കുറേ ആൾക്കാരുമായിട്ട് ബന്ധം. പിന്നീട് സിഗ്നൽ ഉയർന്നാൽ അത് അവസാനിക്കും.
വർഷയുടെ ലൈഫ് ട്രെയിനിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ സ്റ്റേഷനിലാണ്. കഴിഞ്ഞു പോയ സ്റ്റേഷനിലെ ആൾക്കാരെ മറക്കുക, ഇവിടുത്തെ ബന്ധങ്ങൾ ഉറപ്പിക്കുക. അതല്ലേ കുറച്ചുകൂടെ ശരി? അതെ, ഇനി ഞാൻ കരയില്ല. ഏട്ടൻ ജയിലിലും അച്ഛൻ മരണത്തിന്റെ കയ്യിലും അകപ്പെട്ടപ്പോ ഞാൻ കരുതി എനിക്കിനി ആരുമില്ലെന്ന്. പക്ഷെ വിധി എനിക്ക് ഒത്തിരി സ്നേഹമുള്ള സാറിനെ തന്നു. ഇപ്പൊ എനിക്ക് ജീവിക്കാൻ ആശയായി. വെരി ഗുഡ്. ഇതായിരിക്കണം ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ്. എന്നെ കണ്ടല്ലേ, പുറത്ത് കാണുന്ന ഈ ആരോഗ്യമൊന്നും എനിക്കില്ല. വെറും ഒരു തൊണ്ടാണ് ഈ ശരീരമെന്ന് വേണമെങ്കിൽ പറയാം. ഭാര്യയും മോനും മരിച്ച ആക്സിഡൻറ്റിൽ എനിക്കും കിട്ടി ചില സമ്മാനങ്ങൾ. ലങ്സിന്, പിന്നെ വർഷയെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞ, ജീവിതത്തോടുള്ള എൻ്റെ സമീപനം കാട്ടിത്തരാനാ. എനിക്കും ചേച്ചിക്കും ഇനി ഈ ജീവിതത്തിൽ പ്രതീക്ഷിക്കാനൊന്നുമില്ല. എന്നിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു, ഓടി നടക്കുന്നു, പണം ഉണ്ടാക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു. എന്തിനാ? കാരണം ഇതൊരു സന്തോഷമാണ്. ഏത് പ്രവൃത്തിയിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമ്മൾ ജയിച്ചു. ഒരു പ്രവൃത്തിയിലും സന്തോഷമില്ലെങ്കിലോ ജീവിതം പിന്നെ നരക. എ ബിഗ് കേഴ്സ്. സോ ബി ഹാപ്പി വിത്ത് യുവർ സെൽഫ്. അയ്യോ, മോളൊന്നും കഴിച്ചില്ലല്ലോ. ഇനിയും കഴിച്ചാ ഞാൻ ഹോസ്പിറ്റലിലാവോ അമ്മേ? വയറ് ഫുള്ളായി. ദേ, ഇനി ഈ ചായക്കുള്ള സ്ഥലമേ ബാക്കിയുള്ളൂ. ആ ആ ഇനി രണ്ടാളും കൂടെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയട്ടെ. അതെന്താ ഏട്ടാ? അല്ല, കല്യാണം കഴിയുമ്പോ അങ്ങനെയാണല്ലോ ഇപ്പൊ, ഹണിമൂൺ ട്രിപ്പ്. ഓ, ഞാൻ കരുതി ഇതെന്താ കേശുമാവൻ ഞങ്ങളെ ഇറക്കി വിടാൻ നോക്കുന്നെന്ന്. നൈനിറ്റോളിൽ പോവാനാ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പറ്റുമെങ്കിൽ സിംഗപ്പൂരും പോണം. യാത്ര പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ആവാം. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകണമെന്ന് അമ്മ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നീ എന്താടാ ഈ പറയുന്നേ? കല്യാണം കഴിഞ്ഞ ഉടനെ കാശിയിലും രാമേശ്വരത്തും ആണോ പോകുന്നേ? അതുമല്ല, എനിക്കിപ്പോ യാത്ര ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ല. നിങ്ങൾ മാത്രം പോയാൽ മതി. ആ, മുതലാളിയെ വിട്ടുള്ള യാത്രയൊന്നും എനിക്ക് പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. അങ്ങനെയാണെങ്കിൽ അടുത്തെവിടെങ്കിലും പോവാം. ഊട്ടിയിലോ കൊടൈക്കനാലിലോ, എന്താ അതുപോലെ? എല്ലാം സുധീഷേട്ടന്റെ ഇഷ്ടം. മോൾക്ക് വിദേശത്ത് പോകാനല്ലേ ആശ? അങ്ങോട്ട് പോയിക്കൂടെ മോനെ? കമ്പനി കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരുന്നല്ലേ ഉള്ളൂ. ഒരുപാട് ദിവസം വിട്ടു നിൽക്കാൻ പറ്റില്ലമ്മേ. ശരി, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അമ്മയുടെ മനസ്സിൽ ഇനി ഒരിഷ്ടമേ ഉള്ളൂ. അതെന്താ അമ്മേ? പറഞ്ഞാ സാധിച്ചു തരുമോ മോള്? പിന്നെന്താ സാധിച്ചു തരാത്തെ? അമ്മയുടെ ഇഷ്ടം കഴിഞ്ഞേ ഞങ്ങൾക്കിനി എന്തുള്ളൂ. എന്നാ അമ്മ ചെവി പറയാം, വാ. സുധീഷേട്ടാ, ഉം. ഈ അമ്മയുടെ ഒരു കാര്യം. ആ, അത് വേണം. ഇനി ഇങ്ങനെ കുഞ്ഞുമാവയും മടിക്കിടത്തി കിനാവും കണ്ടിരിക്കണം അമ്മയ്ക്ക്. അവൻ വളർന്നു വലുതാവുന്നത് എന്തായാലും അത്രയും കാലം അമ്മ ജീവിച്ചിരിക്കില്ല. ആ കുഞ്ഞു മുഖം ഒന്ന് കണ്ട വലിയ ആളാവുന്നത് കിനാവിലെങ്കിലും കാണാലോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയില്ല, എൻ്റെയും ഇവളുടെ അച്ഛനമ്മമാര് വളരെ ചെറുപ്പത്തിലേ തന്നെ മരിച്ചുപോയി. ഒരമ്മാൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിന്ന എൻ്റെ പെങ്ങള് ശ്യാമള പഠിച്ചത്. അപ്പോഴേക്കും നീരേറ്റ് കൃഷ്ണമുള്ള മുതലാളിയുടെ കൃപ കൊണ്ട് എനിക്ക് കാര്യസ്ഥം പണി കിട്ടി. അന്ന് തന്നെ നിന്റെ അമ്മയെ ഞാൻ അമ്മാൻ്റെ വീട്ടിലെ അടിമപ്പണിയിൽ നിന്ന് മോചിപ്പിച്ചു. യോഗ്യനായ ഒരുത്തനെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ചു. നിന്റെ അച്ഛൻ സത്യസന്ധനും നല്ലവനുമായിരുന്നു. ആ, അതുകൊണ്ടുകൂടിയായിരിക്കാം ബിസിനസ്സിൽ പൊളിഞ്ഞത്. എങ്കിലും നിന്നെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കാനായിരുന്നു ആഗ്രഹം. ഇന്നത് സാധിച്ചു. ആ, ഇനി നിന്റെ അമ്മയുടെ എല്ലാ ആശയും നിങ്ങൾ രണ്ടാളും സാധിച്ചു കൊടുക്കണം. കൊടുക്കാം കേശുമാവ, തിരക്കൊന്നൊഴിയട്ടെ.
ഞങ്ങൾ എവിടെ പോയാലും അമ്മയും കൂട്ടിയേ പോവും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും. മതി കുഞ്ഞ്, എനിക്ക് തൃപ്തിയായി. നീരേറ്റ് രക്തമാ കുഞ്ഞിൻ്റേത്. എൻ്റെ മുതലാളിയുടെ എല്ലാ നന്മയും കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീണ കുഞ്ഞിനും ഇപ്പം അതുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. നിങ്ങളുടെ രണ്ടാളുടെ ഒരു കൊച്ചുണ്ടായി. നീരേറ്റും ഞാനുമായിട്ടുള്ള ബന്ധം വേരറ്റു പോകാതെ നിലനിൽക്കുന്നത് കണ്ടിട്ട് വേണം ഈ കിളവന് കണ്ണടയ്ക്കാൻ. അത് മാത്രമേ ഇനി എനിക്ക് പ്രാർത്ഥനയുള്ളൂ. വർഷ, ഗോവിന്ദൻ ഇപ്പം വിളിച്ചിരുന്നു. നിനക്ക് ഓഫീസിലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന്. താങ്ക് യു ചേച്ചി. നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെയാ അവനോട് പറഞ്ഞ് നിനക്കൊരു ജോലി ശരിയാക്കാൻ. എപ്പോഴാ ചേച്ചി ഓഫീസിൽ പോയി തുടങ്ങണ്ടേ? നാളെ തന്നെ. പിന്നെ നിന്റെ സ്വകാര്യതയ്ക്ക് തടസ്സം വരാതിരിക്കാൻ നീ ഒരു ഹോസ്റ്റലിലേക്ക് മാറുന്നത് നല്ലത്. ആയിക്കോട്ടെ ചേച്ചി. ഓക്കെ, ചേച്ചി സാറും പറയുന്ന പോലെ. ഹോസ്റ്റലിലേക്ക് മാറുന്ന കാര്യം ഗോവിന്ദനോട് ഞാൻ പറഞ്ഞിട്ടില്ല. നീ തന്നെ നിന്റെ സ്വന്തം ആവശ്യം പോലെ അവനോട് പറഞ്ഞാൽ മതി. അയ്യോ, അതെന്തിനാ ചേച്ചി അങ്ങനെ കള്ളത്തരം കാട്ടുന്നേ? കള്ളം പറഞ്ഞും ചെയ്തും എനിക്ക് ശീലമില്ല. പ്രത്യേകിച്ച് എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന ചേച്ചിയോടും സാറിനോടും കള്ളം പറയാൻ എനിക്ക് പറ്റില്ല. ഈ സ്നേഹം കാട്ടില് തന്നെയാ വർഷ പ്രശ്നം. അവൻ നേരെ വാ നേരെ പോന്നുള്ള മട്ടുകാരനാ. പക്ഷേ സെർവൻസും ഡ്രൈവറും മറ്റു സ്റ്റാഫും ഒക്കെ എന്ത് കരുതുന്ന ആർക്കറിയാം? എന്താ ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടി, ഗോവിന്ദൻ നിന്റെ അടുത്ത് അമിത സ്വാതന്ത്ര്യം എടുക്കുന്ന കാര്യ ഞാൻ പറഞ്ഞത്. ഇത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാട്ടുകാർക്ക് അതൊന്നും അറിയില്ലല്ലോ. ഓരോരുത്തർ ചുറ്റുപാട് നിന്ന് ചുഴിഞ്ഞു നോക്കാൻ തുടങ്ങിയിരിക്കുക. ജി.കെയുടെ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് കൂടിയിരിക്കുന്നു എന്നുള്ള മട്ടിൽ. അവസാനം രണ്ടാൾക്കും ചീത്തപ്പേരാവും. എന്നാ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കൊള്ളാം ചേച്ചി. നീ ബുദ്ധിയുള്ള കുട്ടിയാ. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചു വന്ന് നിന്നെ എപ്പോഴും കണ്ടോളാം. ആവശ്യത്തിന് പണവും തന്നോളാം. ഞങ്ങൾക്ക് നീ സ്വന്തം അനിയത്തിയെ പോലെയാ. എനിക്കറിയാം ചേച്ചി. ഗോവിന്ദനെ സ്വന്തം അങ്കിളിന്റെയോ ചേട്ടന്റെയോ സ്ഥാനത്ത് നീ കണ്ടോളൂ. ഒരു വിഷമമില്ലേ ചേച്ചിക്ക്? ചേച്ചിയുടെ പുന്നാരനിയൻ ജി.കെയെ ഏത് സ്ഥാനത്താ പ്രതിഷ്ഠിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ എന്താ ഗോവിന്ദ ചെയ്യുന്നേ? അതില്ലേ ചേച്ചി, ഇന്നലെ ആ രാംദാസ് പറയാ സാറിൻ്റെ മുഖത്തിന് ഈ ചെറിയ നര ഒട്ടും ചേരുന്നില്ല എന്ന്. റിസപ്ഷനിലിരിക്കുന്ന മാളവിക അത് തന്നെ പറഞ്ഞു. എങ്കിൽ ഈ നരയില്ലാത്ത അവസ്ഥയിൽ എൻ്റെ മുഖം ഒന്ന് കാണണമെന്ന് ഞാനും തീരുമാനിച്ചു. വേറെ ആരും പറഞ്ഞില്ലേ നരയുടെ കാര്യം? വേറെ ഇല്ല, വേറെ ആരും പറഞ്ഞില്ല. ഏതാണ്ട് 5 കൊല്ലമായി നീ ഈ നരയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ അത് വേണ്ടാന്ന് വെക്കുമ്പോ എന്തോ ഒരു വല്ലായ്മ. ഒന്നുമില്ല, നിത്യാഭ്യാസി ആനയെടുക്കുന്നു പറഞ്ഞ പോലെ പരിചയിച്ചു കഴിഞ്ഞാൽ എല്ലാം ശീലോ. വർഷയെ കണ്ടില്ലേ, ഒരു പരിചയവും ബന്ധമൊന്നും ഇല്ലാത്ത ഈ വീട്ടില് അവളൊരു അംഗത്തെ പോലെ ആയില്ലേ. ചേച്ചി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് ഒരു പ്രത്യേക സുഖ. നരയില്ലാത്ത ഗൾഫ് മേനോൻ എന്ന ജി.കെ മേനോനെ കാണാനാണ് എൻ്റെ സ്റ്റാഫിന് ആഗ്രഹമെങ്കിൽ അത് നടക്കട്ടെ. കൂടുതൽ ചെറുപ്പക്കാരനായ എന്നെ കണ്ട് അവർ സന്തോഷിക്കട്ടെ. എന്തായാലും ഇനിയുള്ള കാര്യം ചെറുപ്പത്തെ തിരിച്ചുകൊണ്ടുവരാനാ എൻ്റെ ശ്രമം. നാളെ തൊട്ട് യോഗാസനം തുടങ്ങണം. ഡെയിലി 1 hour. എന്താ നീ പറയുന്നേ? ലങ്സിനും ഹാർട്ടിനും സൂക്കേടുള്ള ആളാ നീ. ഒരല്പം ആയാസപ്പെട്ട ഉടനെ ശ്വാസം മുട്ടാൻ തുടങ്ങും. അങ്ങനെയുള്ള നീയാണോ യോഗാസനം ചെയ്യാൻ പോകുന്നേ? മിണ്ടാതിരുന്നോണം. ചേച്ചിക്ക് എന്താ ഒരു പേടി? ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും എനിക്ക് ശ്വാസം മുട്ടൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് രാവിലെ ഞാനും വർഷയും കൂടെ പുഴക്കര വരെ നടന്ന് നിയർലി 3 kilometers.
എന്നിട്ടൊന്ന് കിതച്ച പോലുമില്ല ഞാൻ, അറിയോ? രാവിലെ വർഷയുടെ കൂടെ നടക്കാൻ പോയോ നീ? പോയി. അവളാ പറഞ്ഞേ സാർ എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന്. നമ്മൾ അങ്ങോട്ട് നന്മകൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ടും തിരിച്ചു കിട്ടണമെന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണം ചേച്ചി അത്. ഇനിയിപ്പോ എല്ലാ ദിവസവും അവളെയും കൂടി നടക്കാനാണോ പരിപാടി? ഏയ് അങ്ങനൊന്നുമില്ല. യോഗ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നടത്തം വേണമെന്നില്ല. വർഷയ്ക്ക് യോഗ തീരെ അറിയില്ല. പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്.